മുത്തച്ഛൻ കാവിൽ കയറിയതിന് ഈശ്വരനെ ചോദ്യം ചെയ്യുന്ന ഉണ്ണി നമ്പൂതിരി. തർക്കത്തിനിടയിൽ സുന്ദറിനെ അടിക്കാൻ ഉണ്ണി ഒരുങ്ങുന്നു. അത് തടയാൻ ശ്രമിക്കുന്ന രേണുകയ്ക്ക് ആ അടി കൊള്ളുന്നു. എല്ലാവരും അത് കണ്ട് ഞെട്ടുന്നു. രേണുകയെ തല്ലിയതിൽ ക്ഷമ ചോദിക്കുന്ന ഉണ്ണി താനല്ല ഇത് ചെയ്യുന്നതെന്നും തന്നെ കൊണ്ടാരോ ചെയ്യിച്ചതാണതെന്നും ഉണ്ണി രേണുകയോട് പറയുന്നു. സുന്ദറിന് തൻ്റെ ഒരു വള എറിഞ്ഞു കൊടുക്കുന്ന ദക്ഷകി ആ വള കല്യാണി എറിഞ്ഞതാണെന്ന് രേണുകയോട് പറയുന്ന സുന്ദർ. കല്യാണി അത് നിഷേധിക്കുന്നു. ഈ വളയൊരു സാധാരണ വളയല്ലെന്നും ഇതിൽ നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടെന്നും പറയുന്ന ഈശ്വർ. ഇനി തുടർന്ന് കാണുക. എന്തേ? അയ്യടാ, അളിയ, നീ എങ്ങോട്ട് പോവാ? ഞാനേ ഒരു സ്ഥലം വരെ പോവാ. ഏത് സ്ഥലം? ഞങ്ങളും കൂടെ വരണ്ടേ? നിങ്ങൾ വന്നാൽ ശരിയാവത്തില്ല. അത് ശരി, നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലേ പോകുന്നത്? ഇപ്പൊ മനസ്സിലായി യാത്ര എങ്ങോട്ടാന്ന്. സിനിമയ്ക്കാണല്ലേ? ഏയ്, ഞങ്ങള് വേറൊരു കാര്യത്തിനാ പോകുന്നത്. എടാ, നീ ഇവരോട് പറഞ്ഞില്ലേ? പറയാൻ പറ്റിയില്ല. ഡാ, ഞങ്ങളെ വളയുടെ കാര്യം അന്വേഷിക്കാനാ പോകുന്നത്. വളയുടെ കാര്യത്തിനോ? അതെ, ഇവിടെ അടുത്ത് ഒരു ആർക്കിയോളജിക്കൽ എക്സ്പേർട്ട് ഉണ്ട്. അവിടെ ആ വള കൊണ്ട് പരിശോധിച്ചാൽ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റും. അതിനാണെങ്കിൽ ഞങ്ങളും കൂടെ വന്ന് എന്താ കുഴപ്പം? എടാ, നീ വന്നാ ഇവൻ വരും. ഇവൻ വന്നാ ആ ദക്ഷികയുടെ കാര്യം അവിടെയും വന്ന് വിളമ്പും. അത് മൊത്തം ഫ്ലാഷ് ആകും. ആരും വരണ്ട, ഞങ്ങൾ മാത്രം പോയിട്ട് വരാം. എടാ, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? നീ ആ വളയും എടുത്തേ. എടാ, വള കാണുന്നില്ലല്ലോ. തമാശ വെച്ചതാടാ, അതാരെടുത്തു? അത് പിന്നെ എവിടെ പോയി? എന്നെ കുറിച്ചറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമായിരിക്കുന്നുവല്ലേ? എന്നെ തിരിച്ചറിയാനുള്ള ഒരു വഴിയും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തുറക്കില്ല. ഇവന്റെ കയ്യിൽ ഒരു സാധനം ഏൽപ്പിച്ച ഇങ്ങനെ ഒരു ഉത്തരവാദിത്വവും ഇല്ല. എടാ, എങ്കിലത് കല്യാണി തന്നെ എടുത്തോണ്ട് പോയതാവും. ആ അതെടാ, അവളിപ്പോ ഇതുവഴി കുണുങ്ങി കുണുങ്ങി പോയത് ഞാൻ കണ്ടതാ. എന്നാ പിന്നെ അത് അവള് തന്നെ ആയിരിക്കും. എടാ, അതൊരു സാധാരണ വളയാണ്. അതിനിപ്പോ ഇവൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രത്യേകതയൊന്നുമില്ല. ഡാ, എന്നാലും ആ വളയുടെ പഴമയെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ ഒരു ആർക്കിയോളജിക്കൽ എക്സ്പെർട്ടിനെ കാണിച്ചു നോക്കണ്ടേ? അതിന്റെയൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആ വള കല്യാണിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. അതെ, ആ വള അവളാണ് എറിഞ്ഞതെങ്കിൽ അത് അടിച്ചു മാറ്റിയതും അവള് തന്നെ ആയിരിക്കും. പിന്നെ നിന്നെ എറിഞ്ഞ വള അവള് കയ്യിലിട്ട് നടക്കാൻ പോവല്ലേ? അത് അവൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവും. വല്ല ഫാൻസി ഐറ്റംസ് ആയിരിക്കും അത്. അത് ശരിയാ. കല്യാണി ഇത്ര വിലമതിക്കുന്ന വളയൊന്നും അണിഞ്ഞുകൊണ്ട് നടക്കാൻ ഒരു ചാൻസും ഇല്ല. എന്നാലും ആ വളയുടെ കൺഫ്യൂഷൻ തീരുന്നില്ലല്ലോ. ഇനി ദക്ഷയ്ക്ക് എങ്ങനെയാണോ? അവന്റെ ഒരു ദക്ഷകി, അതിഥി മന്ദിരം, പുസ്തകം, വള. 3-4 ദിവസമായി ഇതൊക്കെ കേട്ടിട്ട് എന്റെ തല പെരുത്തിരിക്കാം. ഇതെല്ലാം നിങ്ങൾക്കൊന്ന് നിർത്താമോ? നമ്മൾ വന്നത് വൈഷ്ണവിയുടെ കുടുംബത്തിന്റെ പടിയേറ്റ് കാണാനല്ലേ? അത് ശരിയാ. നമ്മൾ എന്തിനാ ഇവിടുത്തെ വേറെ കാര്യങ്ങളും തലയിടാൻ പോകുന്നേ? അതൊരു സാധാരണ വളയാ. കല്യാണി അതെടുത്ത് ഇവനെ എറിഞ്ഞു. അത് അവളാണെന്ന് തെളിയിക്കാതിരിക്കാൻ അവള് തന്നെ അത് എടുത്തോണ്ട് പോയി. അത്രയല്ലേ ഉള്ളൂ. അതിനെപ്പറ്റി ഇനി വേറൊരാളും ഒന്നും പറയണ്ട. എല്ലാ മനുഷ്യനും ഉറക്കം കെടുത്തുന്ന കാര്യങ്ങളാ. വാടാ. ഉറക്കം കെടുത്തുന്ന കാര്യങ്ങൾ ഇനിയല്ലേ തുടങ്ങാൻ പോകുന്നത്? ഈ മനയിലെ സന്തതികൾ ചെയ്ത തെറ്റിനും കുറ്റത്തിനും എവിടെ നിന്നോ വന്ന നിങ്ങളും ഇരയാവാൻ പോവുകയാണ്. കാരണം നിങ്ങളും ദക്ഷകിയുടെ നിഴലിലാണ്. കല്യാണി, എന്തായാലും എടുത്തി നീ തേവാരപ്പുരയിൽ പോയി കാവിലേക്കുള്ള വിളക്കുകൾ വൃത്തിയാക്കി വെക്ക്. മുത്തശ്ശൻ കാവിലെന്ന് ഞാൻ പോയി വിളക്ക് വെക്കാം. ഇപ്പൊ തന്നെ ചെയ്യാൻ രേണുവെടുത്തി. രേണുവെടുത്തി, മുത്തശ്ശിയല്ലേ അവിടെ വിളക്ക് വെക്കാറ്? മുത്തശ്ശി നിലവറയില് ധ്യാനത്തിലല്ലേ? ധ്യാനം തീരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ക്ഷേത്രത്തിലെ പൂജ ഇന്ന് മുത്തശ്ശനാ ചെയ്യുന്നത്. കാവില് നമ്മൾ ആരെങ്കിലും പോയി വിളക്ക് വെക്കാൻ മുത്തശ്ശൻ പറഞ്ഞു. രേണുവെടുത്തി,
എങ്കിലും ഞാൻ പോയി കാവില് വിളക്ക് വെക്കട്ടെ. നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഞാൻ തന്നെ പൊക്കോളാം. വേണ്ട ഏട്ടത്തി, ഞാൻ പോവാം. ഞാൻ കാവില് പോയി വിളക്ക് വെച്ചിട്ട് കുറെ നാളായില്ലേ. മാത്രമല്ല അന്ന് സർപ്പബലി നടന്നപ്പോ സംഭവിച്ചതിന്റെ വിഷമം എനിക്കുണ്ട്. ഞാൻ പോവാ ഏട്ടത്തി. എങ്കിൽ ശരി, നീ തന്നെ തേവാരപ്പോരേന്ന് ദീപം കൊളുത്തി കാവിലേക്ക് പോയിക്കോളൂ. കല്യാണി, നീയും കൂടെ പോവാ. കല്യാണി വരണമെന്നില്ല. ഇവൾക്ക് ഇവിടെ കുറെ ജോലി തിരക്കുള്ളതല്ലേ. എനിക്ക് ജോലിയൊന്നുമില്ല, ഞാനും കൂടെ വരാം. വേണ്ട, ഞാൻ തനിച്ച് പൊയ്ക്കോളാം. വൈഷ്ണവി, സന്ധ്യാസമയത്ത് കാവില് തനിച്ച് പോണ്ട. നീ പേടിക്കും. ഇവളും കൂടെ വരട്ടെ, അതാ നല്ലത്. തനിയെ പോയാലെന്താ? നമ്മുടെ രക്ഷയ്ക്കായി നാഗത്താന്മാരവിടെ ഇല്ലേ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. ഞാൻ കൂടെ വരാം. വേണ്ട കല്യാണി, ഞാൻ പൊയ്ക്കോളാം. വരൂ. നാഗത്താന്മാരെ, എന്താണ് നിങ്ങൾ എന്നെ അറിയിച്ചിരിക്കണത്? നാഗദേവി, ശിവശങ്കര, ദേവാദിദേവാ, എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയണില്ല. എന്തൊരു പരീക്ഷണമാണ് ദേവി ഇത്. മുത്തശ്ശി, നാഗത്തന്മാരെന്താ അറിയിച്ചിരിക്കുന്നത്? നാഗം മരണപ്പെട്ടതിന്റെ കാരണം എന്താ? അത് ചെയ്തത് ഈ കുലത്തിൽപ്പെട്ട ആള് തന്നെയാണോ? അതിന്റെ എല്ലാ ഉത്തരങ്ങൾ മനസ്സിൽ നേറിപ്പോകുകയാണ് മോളെ. പക്ഷെ ഒരു കൃത്യത വരുത്താതെ നാഗദേവി എന്റെ കാഴ്ച മറയ്ക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവണില്ല കുട്ടിയെ. മുത്തശ്ശി, അപ്പൊ ഇവിടെ നടന്ന ദുർനിമിത്തങ്ങൾക്ക് വെളിപാട് തരാൻ നാഗദേവി തയ്യാറല്ലെന്നാണോ? നാഗദേവിയും കാവിലെ മഹാദേവനും കൂടി നമ്മളെ പരീക്ഷിക്കുകയാണെന്ന് തോന്നുന്നു മോളെ. അവര് ചിലതെന്നെ അറിയിക്കണുണ്ട്. നാഗമടത്തു മനയ്ക്കുമേലൊരു കറുപ്പ് വീണിരിക്കണു. അതെന്താ മുത്തശ്ശി? എന്തോ ചില ആപത്തുകൾ തന്നെയാണത്. വരാനിരിക്കുന്നതും വന്നു ഭവിച്ചതും എല്ലാം അതിൽപ്പെടും. വൈഷ്ണവിക്കുട്ടിക്ക് സംഭവിച്ച ആപത്തും നാഗമരണവും എല്ലാം അതിന്റെ സൂചനകളാണ്. മുത്തശ്ശി, രേണു, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ മുത്തശ്ശി? നമ്മുടെ കാവിലെ കാര്യങ്ങളാണ് പറയണത്. ഇന്ന് ഈ സമയം മുതൽ മുത്തശ്ശൻ കാവിൽ ആരും പ്രവേശിക്കരുത്, പ്രത്യേകിച്ച് ഈ കുലത്തിലെ സന്തതികള്. കാവിലെ ഇവിടുത്തെ സന്തതികൾ പ്രവേശിച്ചാ എന്താ കുഴപ്പം? അവർക്ക് ആപത്തുണ്ട്. കാവിലെ നാഗത്താമാര് ആ മുന്നറിയിപ്പാണ് തരുന്നത്. നാഗപഞ്ചമി കഴിയണവരെ ഞാനല്ലാതെ ഈ ഇല്ലത്ത് പെട്ടവർ മറ്റാരും തന്നെ മുത്തശ്ശങ്കാവി കടക്കരുത്. ജീവന് തന്നെ ആപത്താണത്. രേണുവെടുത്തി, എങ്കിലും ഞാൻ പോയി കാവില് വിളക്ക് വെക്കട്ടെ. വൈഷ്ണവി. വൈഷ്ണവിക്ക് എന്താ? ഒന്നുമില്ല മുത്തശ്ശി, ഞാനിപ്പ വരാം. അമ്മേ നാഗദേവി, കാത്തിരക്ഷിക്കണേ. ഈ കുലത്തിന്ന് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പാക്കണം. ചേച്ചി. എന്താ അമ്മുക്കുട്ടി, നീ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ? അമിതും രോഹനൊക്കെ എവിടെ? അവരെല്ലാം ഇല്ലത്തേക്ക് പോയി. ഞാൻ ചേച്ചിയെ കണ്ടപ്പോ വന്നതാ. ചേച്ചി എവിടെ പോവാ? ഞാൻ കാവിലെ ശിവലിംഗത്തിന് മുന്നില് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനായി പോവാ. ഞാനും കൂടെ വരട്ടെ ചേച്ചി? എനിക്കും ശിവലിംഗത്തിന് മുൻപിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം. നിനക്കെന്താ ഇപ്പൊ പ്രാർത്ഥിക്കാനുള്ളത്? ചേച്ചിക്ക് എന്താ പ്രാർത്ഥിക്കാനുള്ളത്? എനിക്ക് കൊറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. അമ്മ ഇല്ലത്തേക്ക് എന്നെ പോയിക്കോ,
ചേച്ചി വിളക്ക് വെച്ചിട്ട് ഇല്ല, വരാം. ഞാനും വരും. ഞാനും ചേച്ചിയുടെ കൂടെ വരും. ശരി, കാവിനകത്ത് വന്നിട്ട് പേടിയൊന്നും പറയരുത് കേട്ടോ. ഇല്ല, പറയില്ല. എന്നാ വാ. നാഗമെടുത്ത് മനയിൽ അടുത്ത പൂജാരിണിയാകേണ്ട സന്തതി, നീ തക്ക സമയത്താണ് വന്നിരിക്കുന്നത്. ദക്ഷകിയുടെ നിഴൽ നിന്റെ മേൽ വീണു കഴിഞ്ഞു. ഇനി നിനക്ക് രക്ഷയില്ല. വൈഷ്ണവി, നീ എന്തിനാ തനിച്ചയച്ചത്? നിനക്കും കൂടി പോയിക്കൂടായിരുന്നോ സ്വാതി? അവൾ അത്ര നല്ല മൂഡിലായിരുന്നില്ല. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്താൽ ഞാനും കൂടി വരാന്ന് പറഞ്ഞതാ. അപ്പൊ അവക്ക് ധൃതിയായിപ്പോയി. ഇവിടെ നടന്ന സർപ്പബലിക്ക് ശേഷം വൈഷ്ണവിക്ക് എന്തോ ഒരു വിഷമമുണ്ട്. അവള് കണ്ട അസാധാരണ സ്വപ്നം അവളുടെ ജീവിതത്തെയും ചിന്തകളെയും വല്ലാതെ കുഴപ്പിക്കുന്നുണ്ടാവും. ഈ അവസ്ഥയിൽ നമ്മൾ വേണം അവൾക്ക് ആത്മധൈര്യം കൊടുക്കാൻ. രാഹുലെ, നീയും വളരെ സൂക്ഷിച്ചു വേണം വൈഷ്ണവിയോട് സംസാരിക്കാൻ. ഞാൻ അവളോട് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നീട് ആ വിഷയം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടില്ല. എടാ, നിന്റെ കാര്യം വൈഷ്ണവി വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതൊന്നും അവൾ ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. എടാ, എങ്ങനെ ഈ പ്രശ്നങ്ങളൊന്നും ഓവർകം ചെയ്യാ? പ്രതിസന്ധി നിസ്സാരമല്ല. അതുകൊണ്ട് തന്നെ പരിഹാരം അത്ര നിസ്സാരമായിരിക്കില്ല. എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചല്ലേ പറ്റൂ. എടാ, ഇത് കളി വേറെയാ. ഒരു സാധാരണ പ്രണയം സക്സസ് ആവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് പോലെ അല്ല ഇത്. വൈഷ്ണവിക്ക് രാഹുലിനിടയിലെ പ്രതിസന്ധിക്ക് കാരണം ഈ മനയിലുള്ള മനുഷ്യർ മാത്രമായിരിക്കില്ല. നമ്മുടെ കാഴ്ചയിൽ പെടാതെ പതുങ്ങിയിരിക്കുന്ന ഇവിടുത്തെ നാഗങ്ങളും ഉണ്ടാവും. ഈശ്വരളിയ, കുഴപ്പമാവോ? എന്താ രേണുടുത്തി? സ്വാതി, വൈഷ്ണവി എവിടെ? അവള് കാവിലേക്ക് പോയല്ലോ. കുറച്ചു നേരമായി പോയിട്ട്. കാവിലേക്ക് പോയി കഴിഞ്ഞോ? കൂടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ കൂടെ ചെല്ലാന്ന് അവളോട് പറഞ്ഞതാ. പക്ഷെ അവള് വെയിറ്റ് ചെയ്തില്ല, ഒറ്റയ്ക്ക് പോയി. എന്റെ നാഗദൈവങ്ങളെ, അവൾ ഒറ്റയ്ക്കാണോ പോയിരിക്കുന്നത്? എന്താ രേണുടത്തി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. പിന്നെന്തിനാ രേണുടത്തി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നിങ്ങളോടൊപ്പം വൈഷ്ണവിയെ കാണത്തോണ്ട് ചോദിച്ചതാ. പ്രശ്നമൊന്നുമില്ല, ഞാനിപ്പോ വരാം. എടാ ഈശ്വരേ, രേണുടത്തിക്ക് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നി. വൈഷ്ണവി ഈ സന്ധ്യാനേരത്ത് കാവിലേക്ക് തനിച്ചു പോയതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? രേണുവിടത്ത് നമ്മളോട് പറയാൻ പഠിച്ചതിൽ എന്തോ ഒരു പന്തികേടുണ്ട്. ചേച്ചി, എനിക്ക് പേടിയാവുന്നു. ആഹാ, പേടിയില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഇനിയിപ്പോ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് പോവാം. എനിക്ക് നല്ല പേടിയുണ്ട്. ഇപ്പൊ ഞാൻ കൂടിയില്ലേ, പിന്നെ എന്തിനാ പേടിക്കണേ? ചേച്ചിക്ക് പേടിയില്ലേ? നമ്മള് രണ്ടുപേരും പേടിച്ച ശിവഭഗവാന് പിന്നെ ആരാ വിളക്ക് വെക്കുക? ഇതില് നാഗം വന്നാ എന്ത് ചെയ്യും? നാഗം വന്നാ നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കണം. അപ്പൊ നാഗദേവിയും ശിവഭഗവാനും നമ്മളെ കാത്തുരക്ഷിക്കും. ചേച്ചി, എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. അമ്മുക്കുട്ടി, ഞാനല്ലേ കൂടെ ഉള്ളത്, പിന്നെ എന്തിനാ പേടിക്കണേ? പേടിയില്ലാതെ കാവിൽ സന്ധ്യാസമയത്ത് വന്നിരിക്കുകയാണല്ലേ. ദക്ഷകിയുടെ നിഴൽ കടന്നു വരുന്നവർക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ചേച്ചി, എന്താമ്മോ? ദാ അവിടെ എന്തോ അനങ്ങി. എവിടെ? ദാ അവിടെ. അവിടെ എങ്ങും ഒന്നുമില്ലല്ലോ. അനങ്ങിയ ശബ്ദമൊന്നും ഞാൻ കേട്ടില്ലല്ലോ. നിനക്ക് തോന്നിയതായിരിക്കും. നീ വാ. ഈ നേരത്തെ തിരുമേനി പ്രശ്നം നോക്കുമെന്ന് സംശയമുണ്ട്. ശങ്കുണി, നേരത്തിനല്ല പ്രസക്തി, മനയിലെ പ്രശ്നത്തിനാ. വരിക. ഓ, ഈ സമയത്ത് നാഗമരണം അശുഭലക്ഷണമായിട്ടാണ് കാണുന്നത്. ദുർലക്ഷണങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും.
നാഗമരണം സംഭവിച്ച സ്ഥിതിക്ക് വിവരങ്ങൾ മനയിലുള്ളവരുടെ മുമ്പാകെ പറഞ്ഞാൽ അത് നിങ്ങൾക്കെല്ലാവർക്കും വേദന ഉണ്ടാക്കാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് തിരുമേനി. അതുകൊണ്ടാണ് തിരുമേനി അങ്ങോട്ട് വിളിപ്പിക്കാതെ ഞങ്ങൾ ഇവിടേക്ക് തന്നെ വന്നത്. സർപ്പകോപം നാഗമടത്ത് മനക്കുമേൽ വീണിട്ടുണ്ടാകോ തിരുമേനി? അസ്വാഭാവികമായ മരണമാണ് ആ നാഗത്തിനുണ്ടായിരിക്കുന്നത്. ഒരു പോരാട്ട വീര്യം പ്രകടിപ്പിച്ചാണ് ആ നാഗത്താൻ മൺമറഞ്ഞിരിക്കുന്നത്. പോരാട്ട വീര്യമോ? തിരുമേനി എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോ നാഗത്തിന് ആരോ കൊല ചെയ്തിരിക്കുന്നു എന്നാണോ? കൊല ചെയ്യുകയായിരുന്നു എന്നതിൽ തർക്കമില്ല തിരുമേനി. ആ നിഷേധി ഉണ്ണി അവനാണിത് ചെയ്തിരിക്കുന്നത്. ആ കുലദ്രോഹി സർവനാശം എരന്ന് വാങ്ങുകയാണ്. ഹൈ, എന്താ ഇപ്പം മറ്റുള്ളവർ ചെയ്യാ? അതിനുള്ള പ്രതിവിധി തേടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. തിരുമേനി ഒന്നും പറഞ്ഞില്ല. എല്ലാം പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എന്നാലും ഒരു കാര്യം പ്രശ്നവശാൽ തെളിഞ്ഞു വരുന്നുണ്ട്. നാഗമഠത്ത് മനയിൽ എന്ത് അത്യാപത്ത് വന്ന് ഭവിച്ചാലും ശിവനാഗം രക്ഷയ്ക്കുണ്ടാവും. നാഗത്താനെ വധിച്ച കൈകൾ ആരുടേതാണെങ്കിലും അത് നാഗമഠത്ത് കാവിലെ നാഗവംശത്തെ ഇല്ലായ്മ ചെയ്തതിന് തുല്യമാണ്. പക്ഷേ ശിവനാഗത്തെ നശിപ്പിക്കാൻ ഒരു കറുത്ത ശക്തിക്കും കഴിയില്ല. തീയിട്ട് കത്തിച്ചു കളഞ്ഞാലും ആ ചാരത്തിൽ നിന്നും ഉയർന്നു വരും. അതാണ് ശിവനാഗം. ആ ശക്തിയിൽ വിശ്വസിക്കുക. ആപത്തുകൾക്ക് വിരാമം സംഭവിക്കും. ഇവിടത്തെ പൂജാരിണിയാകേണ്ട നീ എന്റെ കയ്യാൽ അവസാനിക്കണം. നീ അവസാനിച്ചാൽ ഈ നാഗമടുത്ത മനയ്ക്ക് പിന്നീടൊരു അമ്മയുണ്ടാവില്ല. എന്റെ വംശം നശിപ്പിച്ച മനുഷ്യകുലത്തിലെ സന്തതികളെ നിങ്ങളിതാ ദക്ഷകിയുടെ പ്രതികാരത്തിന് ഇരയാവാൻ പോകുന്നു. അമ്മു, ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്ക്. ഭഗവാനെ, ഇവിടുത്തെ പ്രതിഷ്ഠയിൽ 2 നാഗങ്ങളെ എനിക്ക് നാഗദേവി കാണിച്ചു തന്നിരിക്കുന്നു. ഞാനാ സത്യം തുറന്നു പറയാത്തത് കൊണ്ട് എന്നോട് കോപിക്കല്ലേ. എനിക്കത് പറയാനാവില്ലെന്ന് ഭഗവാൻ അറിയാലോ. ഇവിടുത്തെ സേവികയാവാൻ ആഗ്രഹവും മനസ്സും ഇല്ലാഞ്ഞിട്ടല്ല. എന്റെ രാഹുലിന്റെ ജീവിതം ഞാൻ കാരണം നശിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ആ സ്വപ്നം മറ്റൊരു സ്ത്രീയെ കാണിച്ച് എന്റെ ധർമ്മസങ്കടം മാറ്റിത്തരണേ. ചേച്ചി, ദേ അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു നാഗം. എവിടെ മോളെ? നാഗമോ? എവിടെ? നാഗം അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ ചേച്ചി. ആ നാഗം പുറകിലൂടെ വന്ന് നമ്മളെ ഉപദ്രവിക്കോ ചേച്ചി? എനിക്ക് പേടിയാവുന്നു. അമ്മുകുട്ടി, നീ ഇങ്ങനെ പേടിക്കല്ലേ. ഈ കാവിലെ നാഗങ്ങള് നമ്മളൊന്നും ചെയ്യില്ല. ഇവിടത്തെ നാഗത്താന്മാര് ദൈവങ്ങളാ. ദൈവം നമ്മളെ രക്ഷിക്കുന്ന ആളല്ലേ, ഉപദ്രവിക്കുന്ന ആളല്ല കേട്ടോ. മോള് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്ക്. ശിവായ.
ദുർനാഗമേ, നീ എന്നെ പരീക്ഷിച്ചതാണോ? ഈ തീവലയം ഭേദിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് കരുതിയോ? ഈ വലയം ഭേദിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ഈ നാഗമടുത്ത സന്തതികൾ ദക്ഷകയുടെ ദംശനമേറ്റ് മരിക്കും. കണ്ടോളൂ.